അങ്ങനെ വിശാഖ കയ്യിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. വിശാഖ് വിചാരിക്കണോ ഇതെന്താണോ ടിക്കറ്റ് കാശ് കൊടുത്ത് മേടിച്ച് ടിക്കറ്റൊക്കെ കീറി പറിച്ച് കളയാ അല്ലേ വിശാഖ? എന്താ ജോസ് പ്രകാശിൻ്റെ പള്ള സംഘത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഭവമാണ്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും, വേറെ കുറച്ച് പേര് ബാക്കിലുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടോ എന്ന്. അപ്പോൾ ഞങ്ങളിതേ ഫ്ലൈറ്റിനകത്ത് കയറി. അവിടെ ഷാദ കാണാം, ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അല്ലേ നിഷാദ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? 29. അപ്പോൾ ഞങ്ങൾക്ക് 29. മിക്കവാറും ഷാബയ്ക്ക് സൈഡ് സീറ്റായിരിക്കും കിട്ടാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സൈഡ് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 29A അല്ലേ? ആ യെസ്, സൈഡ് സീറ്റിലിരിക്കുന്നുണ്ടോ? അവിടെയാണോ? ആ, നിങ്ങളുടെ ഏതാ? 29. 29 കൈയും പറ്റും, വിരൽ കാണിക്കേ. 29B. അപ്പോൾ നടുക്കാണ്. ഒരു കാര്യം നിങ്ങൾ സൈഡിലിരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ ആ അതാ. അപ്പോൾ എൻ്റെ സീറ്റ് ഞാൻ നിഷാവയ്ക്ക് കൈമാറി. കാരണം ഇതൊക്കെ ഒരു എന്താ പറയുക, 1 മിനിറ്റ് കേട്ടോ. ഞാൻ എൻ്റെ ബാഗൊക്കെ ഒന്ന് പിടിച്ചേ, ബാഗ് കയറ്റി എടുക്കട്ടോ. സൈഡ് ബാഗ് കഴിഞ്ഞോട്ടെ. കയറ്റി ഇങ്ങനെ വയ്ക്കാം. അത് കയ്യിൽ വെച്ച് അപ്പോൾ ഞങ്ങൾ വിശന്നിട്ട് പാടില്ല. രാവിലെ ട്രീറ്റ് ചെയ്ത് കട്ടൻ ചായയും ബിസ്ക്കറ്റും കുടിച്ചിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയത്. അപ്പോൾ നിഷാദ് ഫ്ലൈറ്റിലെ ആ ഒരു അനുഭവം ഒന്ന് പറഞ്ഞു. ബസ്സിൻ്റെ കണ്ടീഷനാണ്. ഇത് നിഷാഫിയുടെ സീറ്റ്, അത് എൻ്റെ സീറ്റ്. ഞാനെപ്പോഴും കാര്യം ചെയ്തത് നിഷാഫിക്ക് കൊടുത്തു. കാരണം എന്താ അറിയാം, നമ്മൾ ആദ്യമായിട്ടൊരു ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഈ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പം സൈഡ് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ അഥവാ അല്ലെങ്കിൽ പോലും ഈ അറിയാവുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഈ വിൻഡോ സീറ്റ് കൊടുക്കും. അപ്പം എൻ്റെ സീറ്റ് ഞാൻ നിഷാഫിക്ക് കൊടുത്തു. ആ, ഇനി നമ്മുടെ ജോബിച്ചെണ്ണൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ അധികം ആൾക്കാരെ കാണിക്കാത്ത രീതിയിൽ എടുക്കുന്നുണ്ട്. എന്താ നമ്മുടെ ജോബിച്ചേട്ടൻ എന്താ എന്നാ പരിപാടിയാ? എവിടെ സീറ്റോടെ ഇതാണോ? ആ, എന്നാ അവിടെ പറഞ്ഞിരുന്നോ? അവിടെ ഇരുന്നോ? അപ്പോൾ ഇനി ഒരാൾ കൂടി ഉണ്ട്, നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാം. നമ്മുടെ ഉണ്ട്. ഇപ്പം ഞാൻ മൊത്തത്തിൽ രണ്ടും ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന ആൾക്കാരുടെ നടക്കുള്ള ഒരു കലാഭവമണി ഇരിക്കുന്നത്. എന്നാ എൻ്റെ എൻ്റെ പാസ്പോർട്ട് എന്ത് ചെയ്യും? ഇതൊക്കെ ആവശ്യം വരും. ഇതൊക്കെ കയ്യിൽ നിന്ന് പോയാൽ തീർന്നില്ലേ അല്ലേ? ഇതിന് എന്താ വിലന്നറിയോ? അതൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടാ. ഓക്കെ, ഇതൊക്കെ പിന്നൊരു സംഭവം ഉണ്ട് കാണിച്ചു കേട്ടോ. എനിക്ക് എപ്പോഴും ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് എനിക്ക് പണി കിട്ടുന്ന സാധനമാണ് ടിങ് ടിങ്. ഈ സാധനത്തിൻ്റെ ഒരു കഥയുണ്ട്. ഇത് നമ്മൾ ഒറിജിനലാണല്ലോ, നമ്മൾ ഡൂപ്പല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഡൂപ്പായിരിക്കും അല്ലേ നിഷാദ്? ഇത് ഞാൻ ഫസ്റ്റ് ടൈമിൽ UK പോയിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഒന്നും കുഴപ്പമില്ലായില്ല. തിരിച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത്
എൻ്റെ ബാഗ് ഞാൻ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഈ വളയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വള നമ്മുടെ എയർപോർട്ടിൽ വെച്ചത് പിന്നെ പിടിച്ചിട്ട് പറഞ്ഞത് എന്താ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പിന്നെ സാറേ ഇത് പിന്നെ റോൾഡ് വാൾട്ടാണ് എന്ന് പറഞ്ഞു. ഓക്കെ, എവിടെ പോയതാണ്, എന്തിനു പോയതാണ് എന്ന് ചോദിച്ചു. മനസ്സിൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ മേടിക്കാൻ കാശുണ്ടെങ്കിൽ നമ്മളിവിടെ അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും വലിയൊരു ഗോൾഡൊക്കെ മേടിച്ചു പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങളിങ്ങനെ പ്രോഗ്രാമിൽ പോയ ആൾക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ. അതിനുശേഷം ഈ സാധനം നമ്മൾ കയ്യിൽ വയ്ക്കും, ബാഗിൽ വയ്ക്കും, എൻ്റെ ഈ ചെറിയ ബാഗിനകത്ത് ഇട്ടേക്കും. അപ്പോൾ വലിയ പ്രശ്നം വരില്ല. ചോദിച്ചാലും മറ്റൊരു ബാഗൊക്കെ തുറന്ന് കംപ്ലീറ്റ് ഇതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് വലിയ പണിയാണ്. അതിനുശേഷം നമ്മളിങ്ങനത്തെ ചെറിയ ബാഗുകൾ കൊണ്ടുവന്നിട്ടാണ് ഈ സാധനത്തിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പം അതൊരു അനുഭവമാണ്. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളൊരു കലാകാരനാണ് നിഷാബ് നാർക്കാട്. ഇപ്പോൾ ഞങ്ങളൊരുമിച്ച് ഒരു ഷോ അതുപോലെ അനുഭവമായിട്ട് ഇത്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് പേര് ഇപ്പോൾ നിലവിൽ ഞങ്ങളൊരു 4 പേര് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ചിട്ടൊരു ഷോ മസ്കറ്റ് പൊള്ളിച്ചട്ടക്കം പോവാണ്. നിഷാബിക്ക് കത്തിക്ക് പറഞ്ഞോ, എന്താണെങ്കിലും പറയാനുള്ള അവസ്ഥയാണത് അല്ലേ. ഇതൊക്കെ നമ്മൾ എയർ ചെയ്യും, എത്തിക്കളയുന്നല്ല കേട്ടോ, എയർ ചെയ്യും. ഓക്കെ, പിന്നെ ഇങ്ങനൊരു സംഭവമുണ്ട്. ഇത് നമ്മളിതിങ്ങനെ ഇടണം. എവിടെയെങ്കിലും കാണും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വലിച്ചു വാരി എടുത്തിട്ടിട്ട് ഇത് ഇങ്ങനെ വലിക്കുക. ഇതുണ്ട്, ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം വരും. ഓക്കെ, ഇതിപ്പോൾ ക്യാമറ പിടിക്കലും ഇതിട്ടില്ല കൂടി നടക്കില്ല. ഇതൊക്കെ ഞാൻ കാണിച്ചു ഇതല്ല. എന്നിട്ട് ഇങ്ങനെ കൂടെ വലിച്ചാൽ മതി. എന്നിട്ട് പിടിച്ച് വലിച്ച് ഇതല്ല. ഓക്കെ ആയിട്ട് ഇത് പിടിക്കണമെങ്കിൽ ഈ സാധനം പിടിച്ച് വലിച്ചാൽ അങ്ങനെ ഓക്കെ. ഓക്കെ, ഇനി ദൈവം നമ്പരാൻ വിചാരിച്ചാൽ ആ സാധനം അടിക്കാൻ പറ്റില്ല. ഓക്കെ, പറഞ്ഞോ. ഇനി നിഷാബക്കിയുടെ വാക്കുകളാണ്. എന്തായാലും ഞങ്ങൾക്ക് ചായ കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 200 രൂപ ആയതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി പോയി ചോദിച്ചു. 200 രൂപ ഉണ്ടെങ്കിൽ 20 ചായ കുടിക്കാം. എനിക്കിതുപോലെ ഒരു ഫസ്റ്റ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മലേഷ്യക്ക് പോകുന്ന സമയത്ത് ഉള്ളത് പോലെ പറയണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ എൻ്റെ കയ്യിൽ 1000 രൂപയുള്ളൂ. അപ്പോൾ അന്ന് എൻ്റെ കൂടെ സുരഭി, നമ്മുടെ നാഷണൽ അവാർഡ് വിന്നർ സുരഭി ചേച്ചിയുണ്ട്, പിന്നെ വിനോദ് കോവൂർ. അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ പിന്നെ പുള്ളിക്കാരത്തിയുടെ ആങ്ങളുണ്ട്. ഞങ്ങളിങ്ങനെ 4 പേരുണ്ട്. ഇന്ന് അങ്ങനെ പേര് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വെളുപ്പിന് ട്രിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വേറെ ഫ്ലൈറ്റാണ് ഞങ്ങൾ മലേഷ്യക്ക് പോണത്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊന്നും അതിനകത്ത് എമർജൻസി ആയിട്ട് എടുത്തോണ്ട് ഫുഡും കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഇതുപോലെ ഈ സമയത്ത് 6 മണിക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് നല്ലതായിട്ട് വിശക്കുണ്ടായിരുന്നു. അത് രാത്രി ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് ഞങ്ങളുണ്ട്. വിശപ്പ് ഇപ്പോഴും ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. 200 കേട്ടപ്പോൾ നമ്മൾ പിന്നെ 200 കേട്ടപ്പോഴേ വിശപ്പൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ വിശക്കണ്ടല്ലോ.
അപ്പോൾ അവർ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നു, ചായ അത് ഇതൊക്കെ. അപ്പോൾ സുരഭി ചേച്ചറിഞ്ഞ് നമുക്ക് ബർഗർ കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ ബർഗർ 4 പേർക്കും ബർഗറൊക്കെ കഴിച്ച് അതിൻ്റെ പൈസ ചോദിച്ചപ്പോൾ 2000 രൂപ അടുത്തായി. ബർഗർ എങ്ങടാ പോയെന്ന് ഒരു പിടുത്തില്ല. വിശപ്പല്ല, 1000 രൂപയെ. അപ്പോൾ അങ്ങനെ അതിനുശേഷം നമ്മള് ബർഗർ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചിട്ടില്ല. നിങ്ങളിപ്പം നമ്മള് വീട്ടിൽ നിന്ന് ചായ കുടിച്ചല്ലുള്ളൂ. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ 200 രൂപയില്ലേ? അതൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ ആണ് സംഭവങ്ങൾ എന്ന് പറയാണ്. ഫൈബറാണ് ഇതല്ലേ? ഇതിൻ്റെ അകത്തുനിന്നൊക്കെ പോകാൻ വേണ്ടൊരു പേടിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി. ഇത് ഫസ്റ്റ് അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. നമ്മൾ ഇതിനകത്തൊക്കെ കയറി ഇരിക്കുമ്പോണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഉണ്ടാവും. ഈ സാധനമൊക്കെ ഉണ്ടാവും. ഇപ്പം ഉണ്ടാവില്ല. ഇതൊന്ന് ഓണാക്കി കഴിയുമ്പോൾ ഫ്ലൈ ചെയ്യണ സമയത്ത് അവിടുത്തെ ഇവിടുന്നൊക്കെ പുക വരും. നമ്മൾ ശരിക്കും ദൈവമേ പണി പാളി. ഇതിലേറ്റവും വലിയ രസം എന്നുള്ള സംഭവം എന്ന് പറയുമ്പോൾ പക്ഷെ അവിടെ ശ്രദ്ധിക്കുക, ഇത് പറയാണ് മുഴുവൻ കേട്ടോ നിങ്ങൾ. ഈ ഫ്ലൈറ്റിനകത്ത് ബാത്റൂമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ബാത്റൂമിൽ കയറി 1 മാസത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റ് പോലത്തെ സംഭവമൊന്നുമല്ല. അതിനകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് നീക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഇങ്ങനെ വലിക്കും. നമ്മളായിരിക്കും നമ്മളെന്തോ അറിയാതെ ചെയ്തിട്ട് അങ്ങനെ പണി പാളി. ഞാനങ്ങനെ ആദ്യമായിട്ട് പോയിട്ടില്ല. ഇതിൻ്റെ സംഭവം പറ്റി. എന്നിട്ട് നൈസായിട്ട് ആരും അറിയാത്ത പോലെ ഞങ്ങളിവിടെ വന്നിരുന്നു. ഇനി വല്ല എന്തെങ്കിലും ഫ്ലൈറ്റ് എന്തെങ്കിലും സംഭവിച്ചോ, അപ്പം ഞാൻ അവിടെ ഇവിടെ ചെക്കിയിട്ട് ലാസ്റ്റ് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള പേടി കൊണ്ട് നമ്മളിവിടെ വന്നിരുന്നു. ദൈവം ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അതങ്ങനെയാണ് അതിൻ്റെ സംഭവം. പിന്നീട് മനസ്സിലായി നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണെന്ന് പറയാണ്. ഞങ്ങൾക്ക് നല്ലതായിട്ട് വിശക്കുണ്ട്. നമ്മൾ വിശപ്പൊക്കെ സഹിച്ചുകൂടി ഇരിക്കും. നമ്മൾ അവിടെ ചെന്നിട്ട് നല്ല നീക്കി നിൽക്കും. ഓക്കെ, എന്തായാലും പോയിട്ട് വരാം. ഓക്കെ.